നമ്മൾ പി എസ് സിയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, കോമൺ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാന്നാണ്. അപ്പോൾ നമുക്കൊരു 12 പേരുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആരാണ് ഇല്ലാത്തത് എന്ന് നമ്മൾക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്തായാലും അത് പഠിച്ചേ പറ്റും. അപ്പോൾ പഠിക്കാനുള്ളൊരു ഷോർട്ടായിട്ടൊരു കുഞ്ഞു കഥയാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു 3 പേരുകൾ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കുക. ആദ്യത്തെ ആൾ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണെന്നും അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ഒരു മലയാളി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ഒരു മലയാളി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ഈ 2 പേരുകൾ നമ്മൾ പിന്നെ ഇപ്പോൾ ഉള്ളത് ആരാണ്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ആ 3 പേരുകൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ ഇടയിലുള്ള പേരുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒരു കഥ തുടങ്ങുകയാണ് നമ്മൾ. ഒരു കഥയാണ്. അപ്പോൾ നിങ്ങളൊരു മനസ്സിൽ നിങ്ങളൊരു ഇമാജിനേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. കഥ തുടങ്ങുന്നത് ഒരു വെകിടി പിടിച്ചൊരു ചെക്കനുണ്ട്. ഓക്കെ, വർമ്മ എന്ന് പറയുന്നതാണ് അവൻ്റെ പേരൊരു വലിയ ഏജൊന്നും ഇല്ലാത്തൊരു ചെക്കനാണ്. വർമ്മ എന്നാണ് പേര്. അവന് ഈ വെകിടി പിടിക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, ചെറിയൊരു ബുദ്ധിക്ക് ചെറിയ പ്രശ്നമുള്ള ഒരാളാണ്. അങ്ങനെ ഇത് ഭയങ്കര ആനന്ദത്തോടു കൂടിയിട്ട് റോട്ടിൽ കൂടെ നടന്നു പോവുകയാണ്. ആ റോട്ടിൽ കൂടെ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാളുണ്ട്, ബാബു എന്ന് പേരുള്ളൊരു രാജാവുണ്ട്. ആ രാജാവിന് സംശയം ഉണ്ടാവും, ബാബു എന്ന് പേരുള്ള രാജാവൊക്കെ കഥയാണ്. ആ ഒരു ഇതിൽ പഠിക്കുക. ബാബു എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്. അദ്ദേഹം നന്നായിട്ട് പാട്ടൊക്കെ പാടും. അദ്ദേഹം ഇവിടെ പോയിട്ട് വരിക, അമ്പലത്തിൽ പോയിട്ട് വരുന്നിട്ട് പ്രസാദമൊക്കെ ആയിട്ടാണ് അദ്ദേഹം വരുന്നത്. ഓക്കെ, ഈ വരുന്ന വഴിക്കും ഈ വെകിടി പിടിച്ച ചെക്കനായിട്ടുള്ള വർമ്മേനെ കാണുകയും അവന് ബുദ്ധിക്ക് ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അവർ തമ്മിലൊരു കൂട്ടിമുട്ടുകയും പ്രശ്നമാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ലാസ്റ്റും എന്താ പറയുക, അവനൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അവർ വരികയാണ്. ഒരു ഡോക്ടർ വരികയാണ്, ജോസഫ് എന്ന് പറയുന്നൊരു ഡോക്ടർ വരികയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സിറിഞ്ചൊക്കെ ഉണ്ട്. സിറിഞ്ചൊക്കെ ആയിട്ട് വന്നിട്ട് ഇവനെ എന്ത് ചെയ്തു, സിറിഞ്ചൊക്കെ കുത്തി. അതിനുശേഷം പിന്നീട് രാജാവ് ഇവരാരാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ആരും ഇല്ലാത്തൊരു ഫാമിലി എന്നുള്ള ഒരാളാണെന്ന് അറിയുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഇവനെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ ആരിട്ടു, രാജാവ് ഇടുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, അങ്ങനെയാണ് ആര് വരുന്നത്, പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹം പന്തൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്തിനാണ്, ഇവൻ ഒരു ബുദ്ധിക്ക് പ്രശ്നമുള്ളൊരു കുട്ടിയാണല്ലോ. അപ്പോൾ അവനൊന്ന് കൺവിൻസ് ചെയ്യാനും അവനൊന്ന് ഇതാക്കാനൊക്കെ വേണ്ടിയാണ് കളിക്കാൻ പന്തൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇതാണ് നമ്മുടെ കഥ. ഈ ഒരു ചിത്രം നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. എന്ന് വെച്ചാൽ നമുക്ക് കഥയിലൂടെ ഒന്ന് പോകാം. അതായത് വെകിടി പിടിച്ച ചെക്കൻ, അതിൽ നിന്ന് ജസ്റ്റിസ് MN വെങ്കിടാചെല്ലയ്യ നമുക്ക് കിട്ടും. അവൻ്റെ പേരെന്താണ്, വർമ്മയാണ്. അതിൽ നിന്ന് ശ്രീ JS വർമ്മ എന്ന് കിട്ടും. ഭയങ്കര ആനന്ദത്തോടു കൂടിയാണല്ലേ അവൻ റോട്ടുമ്മ കൂടെ നടന്നു പോകുന്നത്. അതിൽ നിന്ന് ജസ്റ്റിസ് AS ആനന്ദ്. അങ്ങനെ ഒരു രാജാവായുള്ള ബാബു എന്ന് പേരുള്ള രാജാവിനെ കാണുകയും ആ രാജാവ് എന്തായാലും നന്നായിട്ട് പാട്ട് പാടും. അതിൽ നിന്ന് ജസ്റ്റിസ് ഡോക്ടർ ശിവരാജ് V പാട്ടീലും ജസ്റ്റിസ് രാജേന്ദ്ര ബാബുവാണ് പഠിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അമ്പലത്തിൽ പോയിട്ട് പ്രസാദമൊക്കെ ആയിട്ടാണ് വരുന്നത് അല്ലേ. ജസ്റ്റിസ് ഗോവിന്ദ് പ്രസാദ് മാത്തൂർ. പിന്നീട് തമ്മിൽ ക്ലാഷ് ഉണ്ടാവുകയും അതിനുശേഷം ഒരു ജോസഫ് എന്ന പേരുള്ള ഡോക്ടർ വരുന്നു, സിറിഞ്ചൊക്കെ ആയിട്ടാണ് വരുന്നത്. അതിൽ നിന്ന് സിറിയ ജോസഫ് നമുക്ക് കിട്ടും. അങ്ങനെ എന്താ ചെയ്യുന്നത്, ഇവനെക്കുറിച്ച് അന്വേഷിക്കുന്നു, ആരും ഇല്ലാത്തവനാണെന്ന് അറിയുകയും അങ്ങനെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസും കാര്യങ്ങളൊക്കെ അയക്കുകയാണ്. അങ്ങനെ HL ദത്തു എന്ന് കിട്ടും. ദത്തെടുക്കാൻ പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ എന്തുകൊണ്ടാണ് വരുന്നത്, പന്ത് കൊണ്ടാണ് വരുന്നത്. അവനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പന്തൊക്കെ ആയിട്ട് കളിക്കാൻ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് പ്രഫുല്ല ചന്ദ്ര പന്ത് എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയൊരു കഥ വെച്ചിട്ട് ഓർക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്.